ഭൂമിയിലേക്ക് അയച്ച സർവേശ്വരൻ തന്നെ ആ കരിസൗന്ദര്യത്തെ തിരിച്ചെടുത്ത ദിവസം. 1984 ബീഹാറിലെ സോൺപൂരിൽ നിന്നും കോട്ടയം സ്വദേശി നെല്ലിക്കൽ ബേബി എന്ന വ്യക്തി ഒരു കുട്ടിക്കൊമ്പനെ ആനക്കേരളത്തിലേക്ക് പരിചയപ്പെടുത്തി. അന്ന് അവന് നെല്ലിക്കൽ ഗണേശൻ എന്ന പേരും നൽകി. എന്നാൽ അവൻ അധിക നാൾ കേരളത്തിൽ നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ ആ കുഞ്ഞു ഗണേശൻ ആൻഡമാൻ ദ്വീപിലേക്ക് വണ്ടി കയറി. നിയോഗം തടിപ്പണി. അതെ, അങ്ങനെ നല്ല തടിപ്പണിയുമായി ആൻഡമാനിൽ കഴിഞ്ഞ ഗണേശനെ 1998 കാലഘട്ടത്തിൽ പൂമുള്ളിത്തമ്പുരാൻ അവനെ കേരളത്തിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. പോകുമ്പോൾ ഒറ്റത്തടിയായിരുന്ന കുഞ്ഞു ഗണേശൻ തിരികെ എത്തിയപ്പോൾ കുട്ടിക്കുറുമ്പനായ മകനും കൂടെയുണ്ടായിരുന്നു. അച്ഛൻ്റെ വിരൽത്തുമ്പ് പിടിച്ച വിഷ്ണു എന്ന കൊച്ചു മോഴയാനക്കുട്ടിയും കാഴ്ച കണ്ട് കടൽ കടന്ന് കേരളക്കരയിലെത്തി. ആ വരവ് അവസാനിച്ചത് ചിറക്കൽ എന്ന ആനത്തറവാടിൻ്റെ മുറ്റത്തായിരുന്നു. അങ്ങനെ ഗണേശൻ ചിറക്കൽ മഹാദേവൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ തൻ്റെ മകന് കൂടുതൽ ആയുസ് ദൈവം കൊടുത്തില്ല. ഭൂമിയിലേക്ക് അയച്ച സർവേശ്വരൻ തന്നെ കുട്ടിക്കൊമ്പനെ തിരികെ വിളിച്ചു. നല്ല കരിങ്കറുപ്പ് നിറമുള്ള മഹാദേവന് നല്ല വെളുത്ത കൊമ്പുകളും ലക്ഷണമൊത്ത നഖങ്ങളും വലിയ തലക്കുന്നിയും നീളമുള്ള തുമ്പിക്കൈയും നല്ല നടയമരങ്ങളും തുടങ്ങി എല്ലാ ലക്ഷണങ്ങളും ഉള്ള ആനയായിരുന്നു. ഇരുമുടിക്കെട്ടെടുത്ത് ശബരിമല ദർശനം നടത്തിയ ആന എന്ന ഖ്യാതിയും അവന് തന്നെ. ഒടുവിൽ ആരാധകരെയും പൂരപ്രേമികളെയും ആനപ്രേമികളെയും സങ്കടത്തിലാഴ്ത്തി 23 ഫെബ്രുവരി 2017 അവൻ വിടവാങ്ങി.